നീറ്റ് ക്രമക്കേടുകൾക്കെതിരെ ഡൽഹിയിൽ CJP ആരംഭിച്ച പ്രതിഷേധം രാജ്യവ്യാപകമായി അലയടിക്കുകയാണ്. ഇതിനിടെ സോഷ്യൽ മീഡിയയിലും തെരുവുകളിലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്കായുള്ള മുറവിളികൾ വർദ്ധിച്ചതോടെ നീറ്റ് ക്രമക്കേടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൗനം വെടിഞ്ഞു. യുവാക്കളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടില്ലെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യത്തിൽ പ്രതികരിക്കാൻ ഇനിയും പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. ജന്തർ മന്ദറിലെ CJP പ്രക്ഷോഭത്തെ കൂടുതൽ പ്രതിരോധിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. സംസ്ഥാന വ്യാപകമായി കേരളത്തിൽ SFIയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരങ്ങളും സംഘർഷത്തിൽ കലാശിച്ചു. പ്രതിഷേധങ്ങൾ രാജ്യവ്യാപകമാകുമ്പോൾ കൂടുതൽ സമ്മർദ്ദത്തിലാവുകയാണോ കേന്ദ്ര സർക്കാർ? കാണാം RDX റാങ്ക്. യുവാക്കളുടെ ക്ഷേമത്തെക്കാളും ഭാവിയെക്കാളും വലുതായൊന്നുമില്ലെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നുമാണ് പ്രധാനമന്ത്രി എക്സിലൂടെ ഉറപ്പ് നൽകിയത്. എന്നാൽ രാജ്യത്തെ യുവാക്കളുടെ ഭാവി തകർത്തത് പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റിനോടൊപ്പം എനിക്ക് പേരിലെന്ന ക്യാപ്ഷനിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഫോട്ടോയും പങ്കുവച്ചായിരുന്നു അഭിജിത് ദീപ്കെയുടെ പ്രതികരണം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കുറഞ്ഞ് യാതൊരു അനുനയത്തിനുമില്ലെന്ന നിലപാടിൽ തന്നെയാണ് CJPയും രാജ്യത്തെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും. ജന്തർ മന്ദർ പ്രതിഷേധത്തിന് പിന്തുണ കൂടിയതോടെ കേന്ദ്ര സർക്കാർ ജന്തർ മന്ദറിലും പരിസരത്തും ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. പ്രദേശത്ത് കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിക്കുകയും ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും നീറ്റ് വിഷയത്തിൽ ആളിക്കത്തി. പ്രതിപക്ഷം ഇരുസഭകളിലും നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. നീറ്റ് ക്രമക്കേടിൽ രാജ്യ തലസ്ഥാനത്തിന് പുറമെ കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന, ജാർഖണ്ഡ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലും പ്രതിഷേധം ആളിപ്പടരുകയാണ്. കൂടാതെ സിനിമാ സാംസ്കാരിക രംഗത്തെ കൂടുതൽ പ്രമുഖർ വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്ക് പിന്തുണയുമായി ഇന്നും രംഗത്തെത്തി. RDX ന്യൂസ് മലയാളം. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടും മോദി മൗനം വെടിഞ്ഞതിലുമൊക്കെ ചില പ്രതികരണങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതും കൂടി നമുക്ക് കണ്ടുപോകാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിലൂടെ പറഞ്ഞതുപോലെ പുതിയ കോടതികൾ സ്ഥാപിക്കുന്നതുകൊണ്ട് പ്രശ്നപരിഹാരമാകില്ലെന്ന് CJP വക്താവ് സൗരവ് ദാസ് പറഞ്ഞു. പുതിയ കോടതി കൊണ്ടുവന്നാൽ പ്രശ്നങ്ങൾ നീണ്ടുപോവുകയാണ് ചെയ്യുക. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നുള്ളതാണ് ഏക ആവശ്യമെന്നും സൗരവ് ദാസ് പറഞ്ഞു. You are not creating a new court. So when you are designating or converting an existing court, you are actually increasing pendency. You are not even solving it. So by saying that we will solve paper mafia and paper leak problem through fast track courts, you are increasing a pendency of cases also in the courts. So this is a band-aid measure. It has not been thought through. There has been no dialogue, no deliberation within the government. This is what we feel. And at the same time, we want to say that the protesters here have a very clear demand, and it's non-negotiable that Dharmendra Pradhan has to go. ये मांग किया है कि नीट पे चर्चा होना चाहिए. आज भी पूरा NDA पार्टी की ओर से भी फिर से मांग किया है कि नीट पे चर्चा होना चाहिए. प्राइम मिनिस्टर का बयान हुआ है, ये इन्वेस्टिगेटिव बयान है ये, और दूसरा जो है एजुकेशन मिनिस्टर का इस्तीफा होना चाहिए. चर्चा करने के लिए चर्चा से चर्चा के लिए എന്തായാലും ഒരു മിന്നൽ സമരത്തിനാണ് നിലവിൽ പ്രതിപക്ഷം അവിടെ മുതിർന്നിരിക്കുന്നത്. ഗാന്ധി സ്മൃതിയിൽ അവരെല്ലാവരും കൂടി കുത്തിയിരിന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് നിലവിൽ ദൃശ്യങ്ങളാണ് കാണുന്നത്. തീർച്ചയായും സനീഷേട്ടാ, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ എന്തായാലും പോയി കഴിഞ്ഞു. ഒരു വേള മാധ്യമങ്ങൾ പോലും ഇത്രയും അധികം പ്രതീക്ഷിച്ചിരുന്നില്ല. നിലവിൽ എല്ലാവരും ഇവർക്ക് ചില ഗോദി മീഡിയ എന്ന് പ്രതിഷേധക്കാർ വിളിക്കുന്നവർക്ക് അപ്പുറത്തേക്ക് അത് അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വിദ്യാർത്ഥികൾക്കൊപ്പം ഐക്യപ്പെടുന്ന ഒരു നിലയാണ് നിലവിലുള്ളത്. അപ്പോൾ ഈ രാജി എന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ എത്രത്തോളം അത് പരിഗണിക്കാനും അതിലൊരു തീരുമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യത സനിചേട്ടൻ കാണുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധമുള്ളൊരു മൂവ്മെൻ്റായിട്ട് മാറി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ലല്ലോ. ഈ സമരം അവരുദ്ദേശിക്കുന്നിടത്ത് എത്തിക്കാതെ ഈ യുവാക്കൾ അവസാനിപ്പിക്കും എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. ഒരുവിധപ്പെട്ട രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയം സാധാരണഗതിയിൽ നിരീക്ഷിക്കാത്ത, അതേക്കുറിച്ച് പ്രതികരിക്കാത്ത ആളുകൾക്കൊക്കെ ഇപ്പോൾ ആ ഒരു തോന്നലുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ കണ്ടിരുന്നത് പോലെ ഇവർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകുമെന്ന് ചിലരെങ്കിലും വിചാരിച്ചത് അങ്ങനെ നടക്കില്ല എന്ന് ഇതിനകം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഈ 20 മുതൽ അല്ലെങ്കിൽ 18-16 വയസ്സ് തൊട്ട് ഒരു 25 വയസ്സ് വരെയുള്ള ഈ ചെറുപ്പക്കാരെ എത്രമാത്രം ഭയപ്പെടുത്തുന്ന വിധത്തിൽ നേരിടാമോ അത്ര ഭയപ്പെടുന്ന വിധത്തിൽ അവർ നേരിട്ടു. പെല്ലറ്റുകൾ വെച്ച് അവർക്ക് നേരെ വെടിവെച്ചു.
ഒരാളുടെ കണ്ണു പോകാറായി. 21 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ തല്ലി താഴെ വീഴ്ത്തി മരണാവസ്ഥയിലാക്കിയിട്ട് കിടത്തിയിരിക്കുകയാണ്. എത്രയോ ആളുകളെ വല്ലാത്തോത് ഹിംസിച്ചു, അടിച്ചു, വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോയി, പെൺകുട്ടികളെ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ലാത്തിക്കൊണ്ട് കുത്തുന്നതടക്കമുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഈ പോലീസുകാർ, ഗുണ്ടകളെപ്പോലെ പ്രവർത്തിച്ച ഈ പോലീസുകാർ ചെയ്തു. പോലീസുകാരല്ലാത്ത ആളുകളും ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ വലിയൊരു പ്രദേശത്ത് അപ്പാടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട വിഷ്വൽസിൽ ഉള്ളത് മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടാകണം. 110 വീഡിയോ ദൃശ്യങ്ങൾ ഈ പോലീസ് ഈ കുട്ടികളെ തല്ലുന്നതിൻ്റെ ആ ഭാഗമായിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ അഭിഭാഷകർ പറഞ്ഞത്, ഈ സമരക്കാരുടെ അഭിഭാഷകർ. അപ്പം നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത 20 വയസ്സ് മാത്രം ഈ പ്രായമുള്ള ശരീരങ്ങൾക്ക് മേൽ ഈ ഗുണ്ട കരുത്തുള്ള ഈ പോലീസുകാർ അവരുടെ സന്നാഹങ്ങളുമായിട്ട് കാട്ടിക്കൂട്ടാവുന്നെല്ലാം കാട്ടിക്കൂട്ടി. അതിന് നല്ല അനുവാദം ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഡൽഹി പോലീസിൻ്റെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ ഇതുവരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല എന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ഈ മൻ കി ബാത്തും കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലുള്ള കാര്യങ്ങളും ഈ എല്ലാ ദിവസവും കുട്ടികളെ ഈ പ്രചോദിപ്പിക്കുന്ന മോട്ടിവേഷണൽ സംസാരമൊക്കെ നടന്ന നമ്മുടെ പ്രധാനമന്ത്രി വന്ധ്യവയോധികനായ നരേന്ദ്രമോദി ഇത്രയും ദിവസത്തിന് ശേഷവും ഈ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ, എന്ന് വെച്ചാൽ പാർലമെൻറ്റ് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്നും നമ്മൾ കണ്ടു. എന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഹിംസിക്കാവുന്നത്രയും അവഗണിക്കാവുന്നത്രയും അതിൻ്റെ എക്സ്ട്രീമായ രീതിയിൽ അവർ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് പിന്നെ അതിനേക്കാൾ കൂടുതലുള്ള കാര്യങ്ങളാണ്. അതിലേക്ക് ഒരു സർക്കാരിന് പോകാനാകില്ല എന്നൊരു ഉറപ്പാണ്. അപ്പോൾ ഇനിയൊന്നും ഭയപ്പെടാനില്ല. അത് അവിടെയുള്ള ദൃശ്യങ്ങളെല്ലാം വ്യക്തമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോഴും ആളുകൾ വരികയാണ്. ഇവർ വിചാരിച്ചത് ഇങ്ങനെ അടിച്ചാൽ ഇനിയുള്ള ആളുകൾ വരില്ല എന്നാണ് കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇവരടിച്ചതിന് ശേഷവും ആളുകൾ അങ്ങോട്ടേക്ക് വണ്ടിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവർ ചില സിനിമാ നടന്മാരൊക്കെ പ്രതിഷേധിച്ചപ്പോൾ അവരെ ഉടനടി ആക്രമിക്കാൻ നിന്നു. ഇപ്പോൾ വിസ്മയ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കാലത്തും നമ്മൾ ഒരു രാഷ്ട്രീയ പ്രശ്നം പ്രതികരിച്ച് കണ്ടിട്ടില്ലാത്ത ആ പെൺകുട്ടി വന്നിട്ട് പ്രതികരണം നടത്തിയപ്പോൾ, അവർ വന്നിട്ട് പ്രതികരണം നടത്തിയപ്പോൾ ഈ പറയുന്ന അവർക്ക് നേരെ വല്ലാത്തോതിൽ ആക്രമിച്ച് നിശബ്ദരാക്കാൻ ഇവരുടെ സ്ഥിരമായിട്ടുള്ള ആ കാര്യങ്ങൾ ഇവർ ചെയ്തു. എന്ന് വെച്ചാൽ പുറത്ത് പ്രതികരിക്കുന്ന ആളുകളെ സൈബർ അറ്റാക്കിലൂടെയും മറ്റും, പിന്നെ അവിടെ പ്രതിഷേധിക്കുന്ന ആളുകളെ ലാത്തി ചാർജ് കൊണ്ടും പെല്ലറ്റ് ഉപയോഗം കൊണ്ടും ഭയപ്പെടുത്താമെന്ന പരിപാടി പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നുണ്ട് അവിടെ. जिसके लिए गांधी जी शहीद हुए, जिसके लिए तमाम लोग शहीद हुए, और गांधी जी जैसे तमाम किसान हैं जिन्होंने इस देश की आज़ादी की लड़ाई लड़ी, और आज हम इसी देश में अपने ही बच्चों को मार रहे हैं। आज हम इसी देश में वो लोकतंत्र खत्म करने जा रहे हैं जिसके लिए ये लोग लड़े, जिसके लिए ये लोग शहीद हुए, जिसके लिए ये लोग शहीद होते हैं, जो ये वर्दी पहने हैं, जो आपकी सरहद पे खड़े रहते हैं। किस लिए? ताकि इनके बच्चों को पीटा जाए। क्यों? क्योंकि अपने एग्जाम्स के लिए अपनी परीक्षा में पेपर लीक हो रहा है, उसके लिए वो अपना अधिकार मांग रहे हैं कि न्याय मांग रहे हैं। इस्तीफे तक ये मुहिम जारी रहेगी, शिक्षा मंत्री के इस्तीफे तक ये मुहिम जारी रहेगी, आपको लगता है? പ്രിയങ്ക ഗാന്ധി തന്നെ വളരെ ഷാർപ്പായിട്ടാണല്ലോ സംസാരിക്കുന്നത് അല്ലേ? രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇന്നലെ വന്ന് അദ്ദേഹത്തെ വലിച്ചിഴിച്ച് കൊണ്ടുപോയതിനു ശേഷവും അദ്ദേഹം സമരമായിട്ട് ഇപ്പോൾ MP മാരെ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് വലിയ സമരമായിട്ട് മാറുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വലിയ പ്രതിഷേധവും അടിയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് തല്ലും കൊടുത്തപ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും സമരത്തിലേക്ക് വരികയാണ്. സിനിമാക്കാരെ ഒന്ന് ഭയപ്പെടുത്തി നിർത്താൻ നോക്കിയപ്പോൾ ഇപ്പോൾ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മമ്മൂട്ടിയും മഞ്ജു വാര്യരും കേരളത്തിൽ വന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കേണ്ട, പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകൾ പോലും ഇപ്പോൾ കൂടുതലായിട്ട് വരിക ചെയ്യുന്നത്. ഞാൻ വിചാരിക്കുന്ന വൈകാതെ മോഹൻലാലും അദ്ദേഹത്തിൻ്റെ സ്വസിദ്ധമായ ശൈലിയിൽ ഒരുപക്ഷെ അവിടെ എവിടെ ഇല്ലാത്ത മട്ടിലാണെങ്കിലും ഒരു പ്രതികരണം വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയെയും അദ്ദേഹത്തിൻ്റെ MP മാരെയും കൂടെ നോക്കൂ. ശരിക്കും അവർ ഈ പറയുന്ന സമരത്തിൽ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. അവരുടേതായിട്ടുള്ള നീറ്റ് പരീക്ഷാ ക്രമക്കേടുള്ള സമരം അവർ വേറെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും പറയാതെ വേറെ എവിടെയോ രാജ്യത്ത് പോയിട്ട് ജീവിക്കായിരുന്നു. പക്ഷേ അദ്ദേഹത്തിനും നാട്ടിലേക്ക് വരികയും ഉടനടി അവിടെ ഒരു യോഗം നടന്നപ്പോൾ ഇത് ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പിന്നെ പ്രശ്നമാകുന്നുള്ളതുകൊണ്ട് ചാടി ആ സമരസ്ഥലത്തേക്ക് വരികയും ചെയ്തു. ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ MP മാരെല്ലാവരും വന്നിട്ട് അവിടെ നിന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് MA ബേബി അവിടെ പോവുകയും ആദ്യത്തെ ദിവസം പോലീസിനാൽ തള്ളിമാറ്റപ്പെടുകയും ചെയ്തിരുന്നു. അത് പിന്നെ അന്നങ്ങനെ വലിയ വാർത്തയൊന്നും ആയില്ല. SFIക്കാരും ഐസക്കാരും AISക്കാരും ഒക്കെ ഉള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KSUക്കാർ അവിടെ ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പോസ്റ്റർ പോലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നേരത്തെ പ്രതികരിക്കാൻ വിസമ്മതിച്ചിരുന്ന, അല്ലെങ്കിൽ ഇത് ഇത്ര വലിയ കാര്യമല്ല എന്ന് കരുതിയിരുന്ന ആളുകൾ പോലും അവിടേക്ക് ഇപ്പോൾ വന്നു. അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ കാരണമുണ്ട് കേട്ടോ. കാരണം ആം ആദ്മി പാർട്ടിയെ പോലെ CJPയും തങ്ങൾക്ക് ബദലായിട്ട് തങ്ങളുടെ വോട്ട് മാന്തുന്ന ഒരു ടീമായിട്ട് മാറുമോ എന്ന ഭയമായിരിക്കണം ഒരുപക്ഷെ അവരെ CJP എന്ന പേര് പോലും പറയാതിരിക്കാൻ രാഹുൽ ഗാന്ധി ഇത്രയും ദിവസം ശ്രമിച്ചതിന് കാരണം. എന്തായാലും ഇതിൻ്റെ കാര്യം ഇതാണ്. സമരം
ഇത് വിജയിക്കാതെ അടങ്ങാത്ത, ഇതുവരെ ഈ 10-12 വർഷക്കാലത്തെ ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തില്ലാത്തത്രക്ക് ശക്തിയായ ഒരു സമരമായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ സമരത്തെ അങ്ങനെ അടിച്ചമർത്തുക എളുപ്പമല്ല. അതിലൊരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് ഇത് പാകിസ്ഥാൻ ഫണ്ടഡ് സമരമാണ് എന്നോ അല്ലെങ്കിൽ ഇവർക്ക് മുന്നിൽ അർബൻ നക്സൽസ് ആണ് എന്നോ ഒന്നും പറഞ്ഞിട്ട് തള്ളിക്കളയാൻ, ഇതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളെല്ലാം അതാ മുസ്ലിങ്ങളാണ് കേട്ടോ സമരം നടന്നത് എന്ന് പറഞ്ഞാൽ ഹിന്ദി ബെൽറ്റിലെ ആളുകളിൽ ഏതോ തരത്തിലൊരു സ്വീകാര്യത ഈ കേന്ദ്ര സർക്കാരിൻ്റെ വാദങ്ങൾക്ക്, BJPയുടെ വാദങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ അർബൻ നക്സൽസ് ആണ് കേട്ടോ, അയ്യോ നമ്മുടെ കുട്ടികളെ അർബൻ നക്സൽസിൻ്റെ അടുത്ത് പോകണ്ട, അപ്പോൾ ഈ സമരം തെറ്റായിരിക്കും എന്ന് വിശ്വസിപ്പിക്കാൻ ഈ നോർത്ത് ബെൽറ്റിലെ ആളുകളെ, എന്ന് വെച്ചാൽ പ്രധാനമായും വോട്ട് ചെയ്യുന്ന മനുഷ്യരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ ഈ BJPക്കും കേന്ദ്ര സർക്കാരിനും സാധിക്കുമായിരുന്നെങ്കിൽ ഇത് കണ്ടോ, ഇത് ഇങ്ങനെ ആളുകൾ ഇന്ന ആളുകളാണ് കേട്ടോ എന്ന് കുറ്റം പറയാൻ പറ്റാത്ത വിധം ഇവരുടെ എല്ലാം വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ്, BJPയുടെയും RSSൻ്റെയും വീടുകളിൽ നിന്നുള്ള കുട്ടികളാണ്. അവിടെ പോയി നിന്നാൽ ഈ പറയുന്ന പോലെ എൻ്റെ മകനാണല്ലോ അത് എന്ന് സ്വയം തിരിച്ചറിയാവുന്ന, എൻ്റെ മകൻ്റെ പ്രശ്നമാണല്ലോ, എൻ്റെ മകളുടെ പ്രശ്നമാണല്ലോ എന്ന് തിരിച്ചറിയാവുന്ന ഒരു സംഭവമായിട്ട് ഇതെല്ലാവരുടെയുമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനെ തടയുക എളുപ്പമല്ല. അതാണ് നമ്മൾ ആ നിലക്ക് കാണുന്നത്. ഇപ്പോൾ അവിടെ ഒരാൾ, സാക്ഷി എന്ന് പറയുന്നൊരു പെൺകുട്ടി ഇപ്പോൾ മരണാസന്നയായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങേയറ്റം ഗൗരവതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റ് പേജിൽ വർഗീസ് കെ ജോർജ് എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം ശരിയാവണ്ണം കുറേയേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് വളരെ പ്രാധാന്യമേറിയതായിട്ട് തോന്നി. ഒന്ന്, ഈ വാട്സപ്പിലൂടെ വന്ന BJP സർക്കാർ, എന്ന് വെച്ചാൽ വാട്സപ്പാണ് BJPയുടെ രാഷ്ട്രീയത്തെ രാജ്യത്ത് ഇത്രമാൽ ശക്തിമത്തായ ഒരു സംഗതിയെ ആക്കി മാറ്റിയത്. വാട്സപ്പ് വഴിയുള്ള അവരുടെ പ്രചാരണങ്ങളും, വാട്സപ്പ് ജനറേഷൻ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ജനറേഷൻ അതിനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സാധാരണ സംഗതിയല്ല എന്ന് ഇപ്പോൾ പ്രതിപക്ഷവും നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും എന്ന പോലെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി വന്ന് ഇക്കാര്യത്തെക്കുറിച്ച് അല്ലാതെ ഒരു പരാമർശം നടത്തിയെങ്കിലും ഇതേക്കാൾ ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ CJPയുടെ സമരത്തെക്കുറിച്ച് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംസാരിക്കേണ്ടതായിട്ട് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സമീപകാലത്ത് ഇന്ത്യ മാത്രമല്ല ലോകം തന്നെയും കണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു സമരമായിട്ട് ഇത് മാറും. ഈ സമരം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നോ ഈ സമരം കൊണ്ട് കേന്ദ്ര സർക്കാർ അപ്പാടെ അട്ടിമറിഞ്ഞ് വീഴുമെന്നോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ സമരം കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ആ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. മാറാതിരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാരെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും ഈ സമരം കൊണ്ട് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല, ഇത് ഈ പറയുന്നതിൽ ഒരു സർക്കാർ അട്ടിമറിക്കപ്പെടും എന്നൊന്നും വിചാരിക്കാൻ വേണ്ടി മൂഢസ്വർഗത്തിലല്ല. പക്ഷേ ഒരു സർക്കാർ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അത് ഒരു വലിയ ഇമേജ്, ഒരു ക്ലീൻ ഇമേജ്, അതൊരു യോഗി വര്യൻ എന്ന നിലയ്ക്ക് അദ്ദേഹം കെട്ടിച്ചമച്ച് വെച്ചിരിക്കുന്ന ഒരു ഇമേജ് പൊളിയുന്നുണ്ട് ഇവിടെ. അതിന് കാരണമായിരിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അവർക്ക് 19 മുതൽ 25 വയസ്സ് വരെയോ അതിൽ താഴെയോ ഒക്കെ പ്രായമുള്ള കുട്ടികളാണ് അവരടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ആളുകളാണ്. ഒരുപക്ഷെ ഇന്ന് സാങ്കേതികമായി നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ സാങ്കേതികമായെന്നേ ഞാൻ പറയുന്നുള്ളൂ, അത് മിണ്ടാൻ അദ്ദേഹത്തെ കൊണ്ട് പ്രേരിപ്പിച്ചിരിക്കുന്ന ഒരു ഘടകം ഇതാണ്. കാരണം ഈ തുടർന്ന് വരുന്നത്, അതായത് 14 മുതൽ അദ്ദേഹം പുതിയ ഭാരതം കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് തീർച്ചയായും അതിൽ വീണ്ടും കല്ലുകൾ വെച്ച് പോകണമെങ്കിൽ ഇവരെ കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തണമല്ലോ, ഇവരെ അഡ്രസ്സ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല എന്നതുകൊണ്ടാണ് സാങ്കേതികമായി അദ്ദേഹം മിണ്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് നത്തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ വെൽഫെയർ ആൻഡ് ഫ്യൂച്ചർ ഓഫ് അവർ യൂത്ത്, ഒന്നാമത്തെ സെൻറ്റൻസ്. പക്ഷേ ഈ നത്തിങ് എന്നുള്ള വാക്കിന് പകരം അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ല എന്നുകൂടി എഴുതിയാൽ മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ, അതിനൊരു ഉറപ്പുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഞാൻ ഈ ജന്തർ മന്ദറിലെ തീർച്ചയായും കണ്ടിരുന്നു. ഇനി ഈ ജന്തർ മന്ദർ പ്രതിഷേധത്തിനെത്തിയ ഇത്രയും അസംഖ്യം പൗരന്മാർ, അവർക്കൊക്കെ വലിയ പൗരബോധമുള്ളവരും നീതി നിഷേധവും അവകാശങ്ങളെപ്പറ്റി ബോധമുള്ളവർ തന്നെയാണ് അവിടെ കൂടിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ അങ്ങനെ സത്യത്തിൽ ഇന്ത്യയുടെ ഒരു ഭാവി പരിച്ഛേദമായ ഒരു വിഭാഗത്തിനെയാണ് നമ്മളവിടെ കാണുകയും ചെയ്യുന്നത്. അതിനുള്ളിൽ ഞാൻ ഒരു പ്ലക്കാർഡ് കാണുകയാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാണ്. ആസ് എ ഒരു ജർമ്മൻ വിദ്യാർത്ഥി, വിദേശ പൗരനാണ് അയാൾ, പക്ഷെ അയാളുണ്ട് പ്രതിഷേധത്തിൽ. ആസ് എ ജർമ്മൻ, ഐ നോ വാട്ട് എ ഡിക്റ്റേറ്റർഷിപ്പ് ഈസ് വെൻ ഐ സീ വൺ എന്നാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു ജർമ്മൻ എന്ന നിലയ്ക്ക് ഹിറ്റ്ലറെയാണ്. അപ്പോൾ അത് എന്താണ് ഇവിടെ ഒരു സ്വേച്ഛാധിപതി, ഏകാധിപതി, അല്ലെങ്കിൽ ഒരു ഏകാധിപത്യ പ്രവണത എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് കാണുമ്പോൾ. അത് ആ പ്രതിഷേധത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഒരു പ്രതിഷേധം നടക്കുമ്പോൾ അതിലുള്ള ഒരു പ്ലക്കാർഡാണിത്. ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്, ആരെയാണത് പറയുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ പ്രധാനമന്ത്രി അല്പം തമാശയായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ, പഞ്ചാബി ഹൗസിലാണെന്ന് തോന്നുന്നു, മിണ്ടാനും സംസാരിക്കാനും പറ്റാത്ത ആളാണ്, പക്ഷേ മിണ്ടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളെപ്പോലെ തന്നെയാണ് പെരുമാറ്റം. നേരെ തിരിച്ചാണ് പറയേണ്ടത്.
അതായത് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ പറ്റും അദ്ദേഹത്തിന്, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം എന്നാണ് സത്യത്തിൽ അദ്ദേഹത്തെ പറ്റി പറയേണ്ടത്. കാരണം ഇവിടെയുള്ള മാധ്യമ ചോദ്യങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ഒരു ബധിരനെ പോലെ അത് അവഗണിക്കുന്ന അദ്ദേഹം, മറ്റ് മാധ്യമങ്ങൾക്കൊന്നും മുഖം കൊടുക്കാത്ത അദ്ദേഹം, ഇനി അതായത് ഈ പറയുന്നത് പോലെ ഞാൻ പറയുന്നത് ഒരു പ്രതിഷേധവും കാണാനോ കേൾക്കാനോ കൂട്ടാക്കാത്ത, അതിനോടൊന്നും അതായത് ഞാനോ എൻ്റെ ഭാഗമായ സർക്കാരോ ഒന്നും അത് മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതും, പക്ഷേ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മുതിർന്ന ആളാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. ആ അദ്ദേഹത്തെ കൊണ്ടാണ് ഇന്ന് മിണ്ടിച്ചിരിക്കുന്നത്. ഈ യുവതയല്ലേ അത് മിണ്ടിച്ചിരിക്കുന്നത്. കേവലം ഈ വൈകിയെങ്കിലും പ്രക്ഷോഭ നിരയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ആണ് അദ്ദേഹത്തെ കൊണ്ട് വാ തുറപ്പിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്, ഇവിടുത്തെ യുവതയാണ്, അവരുടെ ആർജവമാണ് അദ്ദേഹത്തെ കൊണ്ട് ഇന്നൊന്ന് ഒരു എന്തെങ്കിലും ഒരു കാര്യം സാങ്കേതികമായെങ്കിലും മിണ്ടാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മാത്രമല്ല, കുട്ടികൾ അതിലും വലിയ ഇത്രയും അധികം അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചിട്ടും അവർക്കെതിരെ വലിയ വ്യാപകമായി ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ വിട്ടിട്ടും അവരിന്നൊരു തീരുമാനമെടുത്തത് എന്താണെന്നറിയോ? ജന്തർ മന്ദറിൻ്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. ചർച്ചകൾക്ക് വേണ്ടി അവിടെ സ്പേസ് ഉണ്ടെന്ന്. അതായത് ഇനി ഞങ്ങൾ അങ്ങോട്ട് കാത്തു നിൽക്കില്ല എന്നുള്ളതാണ്. അങ്ങോട്ട് പോയി ചർച്ച നടത്തുവാനോ കാത്തിരിക്കുവാനോ ഞങ്ങൾ ഒരുക്കമല്ല. ഈ വാതിലുകൾ തുറന്നെടുക്കുകയാണ്, വരട്ടെ എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അത് അവർക്ക് അത് പറയാനുണ്ടാക്കുന്ന ഒരു ധൈര്യം, ആ ധൈര്യം ഇവിടെയുള്ള മുഴുവൻ പൊതുസമൂഹത്തിലുള്ള ബഹുഭൂരിപക്ഷം, ഞാൻ എക്സെപ്റ്റ് BJP, മറ്റ് സംഘപരിവാർ അനുകൂല സംഘടനകൾ, ഇവർക്കൊഴികെ ബാക്കി എല്ലാവരും ആ കുട്ടികൾക്ക് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഏകാധിപത്യ പ്രവണത എന്നുള്ളത്, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഷേധം രാജ്യത്താകെ ഇങ്ങനെ അലയടിക്കുമ്പോൾ പല നമ്മൾ ഇതിനെ ധ്വനിപ്പിക്കുന്ന പല ക്ലിപ്പുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ എനിമീന്ന് മറ്റോ പറഞ്ഞ ഒരു സിനിമയിലുള്ള ഒരു ഡയലോഗാണ്, എന്താണ് ഈ ഏകാധിപത്യ ഡിക്റ്റേറ്റർഷിപ്പ്, എന്താണ് അവരുടെ ഒബ്സഷൻ? അവർക്ക് ഒറ്റ ഒബ്സഷൻ മാത്രമേ ഉള്ളൂ ആ കാര്യങ്ങളിൽ. അത് എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അത് പുരാതന റോമിനെ ഓർപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്. റോമിൽ നമ്മൾ ട്രോയൊക്കെ സിനിമ കാണുമ്പോൾ നമ്മൾക്ക് കണ്ടിട്ടില്ലേ, പഴയ റോമിലെ അവിടെയുള്ള വലിയ ദാരിദ്ര്യമുണ്ട്, മറ്റു പ്രശ്നങ്ങളുണ്ട്, അരക്ഷിതാവസ്ഥയുണ്ട്, അവർക്ക് തൊഴിലില്ലായ്മയുണ്ട് ആ രാജ്യത്ത്. പക്ഷേ ആ രാജ്യത്തെ ചേർത്ത് നിർത്താനും സർക്കാരിനെതിരായ ചോദ്യങ്ങളിൽ നിന്നും അവരെ മറ്റ് കാര്യങ്ങളിലേക്ക് വ്യതിചലിപ്പിച്ചു വിട്ട് മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരാക്കിക്കൊണ്ടായിരുന്നു അവിടുത്തെ റോമിലെ ഭരണാധികാരികൾ ആ റോം എന്നുള്ളൊരു സങ്കല്പത്തെ വീണ്ടും ഊട്ടിയുറപ്പിച്ച് നിർത്തുന്നതാണ് പറയുന്നത്. നമ്മളത് കാണുമ്പോൾ നമുക്കറിയാം, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല വലിയ എൻ്റർടൈൻമെൻറ്റ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് അവരെ ബിസിയാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അത് ഒന്ന് മാൻ ടു മാൻ ഫൈറ്റും മറ്റ് ഈ ഗ്ലാഡിയേറ്ററുകൾ അങ്ങനെയാണ് നിർത്തുന്നുള്ളത്. എന്താണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈറ്റ് വേർഷനോ സത്യത്തിൽ ആലോചിക്കുമ്പോൾ അതിനേക്കാൾ ഈ ജനാധിപത്യ രാജ്യത്ത് നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ ക്രൂരമായ കാര്യമാണത്. എന്താണ് ഇവിടെ ഒരുമിപ്പിച്ച് നിർത്തുന്നത്? ഇവിടെ ജാതി പറയുന്നു, വർഗീയത പറയുന്നു, മതം പറയുന്നു. നേരത്തെ സനീഷേട്ടൻ പറഞ്ഞില്ലേ, മുസ്ലിങ്ങളാണ് ഈ സമരം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് ബാക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റ് അർബൻ നക്സലുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗം അങ്ങ് ബാക്കൗട്ട് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ ടൂളുകൾ, ഇതൊക്കെ അവർ എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞു. അതുമാത്രമല്ല, ഇനി ഈ അസംഖ്യം പേർ സൈബർ ഇടങ്ങളിൽ അണിനിരക്കുന്നുണ്ടെങ്കിലോ ഇവരുടെ IT സെല്ലുകൾ വെച്ചിട്ട് നിരന്തരം ആക്രമിക്കും. ഇവിടെയുള്ള ടൊവിനോ തോമസ് ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ ഇവിടെയുള്ള BJPക്കാർ വീട്ടിൽ പോയി അങ്ങോട്ട് പ്രതിഷേധിക്കുന്നു. അതിനുശേഷം ഇവിടെയുള്ള DYFIക്കാർ അവിടെ പോയിട്ട് അതിനെ പ്രതിരോധിക്കുന്നു. അങ്ങനെയല്ല, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. അപ്പോഴാണ് ആ വീട്ടുകാരും പുറത്തു വരുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവിടെ നടക്കുന്നത് ഇത് സാധനം. ഇനി ഇത് അവർക്കിത് ഞാൻ നേരത്തെ പറഞ്ഞ ഏകാധിപതി ആകാനുള്ള ഈ ശ്രമങ്ങളിൽ ആ വഴികളിലൊക്കെ മറ്റു കാര്യങ്ങൾ ഒന്നുള്ളത് വിദ്യാഭ്യാസത്തിൽ കൈവെക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് നമ്മുടെ സാംസ്കാരിക മേഖലയിൽ കൈവെക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ അറിയാതെ ഇതിങ്ങനെ സംഭവിക്കുകയാണ്. ഈ കുട്ടികൾ ഒക്കെ ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഈ കാവ്യവൽക്കരണം നടന്നു കഴിഞ്ഞിട്ട് കുറേയായി, നമ്മൾക്കടക്കം അതറിയാം. ഇവർ മാറ്റം വരുത്തിയ പാഠപുസ്തകങ്ങൾ തന്നെ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇവിടെ. അന്നൊന്നും ഈ പ്രതിഷേധം കണ്ടിട്ടില്ല. ആ പാഠപുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് നമുക്കറിയാം. 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങളിലൊക്കെ നിലവിൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഒരു വരിയുണ്ടോ? ഇല്ല. ഇനി മുഗൾ ചരിത്രങ്ങളോ സാമ്രാജ്യങ്ങളോ പറ്റി പഠിക്കുന്ന ഒരു വരികളുണ്ടോ? ഇല്ല. ഇതൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അതായത് +2 പൊളിറ്റിക്കൽ സയൻസ് പുസ്തകത്തിലാണ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ സിൻസ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകത്തിലെ റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്, ഇവിടെയാണ് ഈ അധ്യായത്തിൽ നിന്നാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള ഇത് ഒഴിവാക്കിയിരിക്കുന്നത്.
അടൽ ബിഹാരി വാജ്പേയിയുടെ രാജ്ധർമ്മ പരാമർശം ഒഴിവാക്കിയിരിക്കുന്നത്. മറ്റൊന്നും മാത്രമല്ല, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ടും ഒക്കെ ഇതിൽ ഉൾപ്പെട്ടിരുന്നു. അതൊക്കെ അതിൽ നിന്ന് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി എന്ന സോഷ്യോളജിയിലെ 11ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഈ വർഗീയതയുമായി ബന്ധപ്പെട്ടാണ് സത്യത്തിൽ ഈ ഗുജറാത്ത് കലാപം ഒരു ഉദാഹരിച്ചു വെച്ചിരിക്കുന്നത്. ആ വർഗീയതയുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഇത് ഇവർക്കുള്ള ഒരു പ്രധാന ടൂളാണല്ലോ ഈ വർഗീയത എന്നുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായും കുട്ടികളിലേക്ക് അതിനുള്ള ഒരു അവബോധം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വടി കൊടുക്കുക, അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്നത് പോലെ ആവുമല്ലോ തീർച്ചയായും. അപ്പോൾ അത് അങ്ങ് മ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, അടിയന്തരാവസ്ഥ, നർമ്മദാ ബച്ചാവോ ആന്തോളൻ, ബാബറി മസ്ജിദിൻ്റെ പരാമർശങ്ങൾ, ഇതൊക്കെ തന്നെ ഒഴിവാക്കി. ഞാൻ പറയുന്നത് ഇവിടെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഇതൊക്കെയും കൂടെ മിണ്ടാതെ പഠിച്ച ആളുകളാണ്. പക്ഷെ അപ്പോഴും അത് പഠിച്ചു കഴിഞ്ഞിട്ടും ഇപ്പോഴും മത്സര പരീക്ഷകളിൽ അവർ ഊണും ഉറക്കവും വിട്ട് 3-4 മണിക്കും രാവിലെ എഴുന്നേറ്റും അവരുടെ അച്ഛനും അമ്മയും ചിലപ്പോൾ ഭക്ഷണത്തിന് പോലും പൈസ ഉണ്ടാവില്ല, പക്ഷേ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അത്രയധികം പ്രാധാന്യം നൽകുന്നതുകൊണ്ട് അവർ അത്രയധികം പൈസ മുടക്കി ട്യൂഷന് വിട്ട് പഠിച്ച് ആ കുട്ടികളൊരു പരീക്ഷ എഴുതിയിട്ട് അതങ്ങ് ഈസിലി മറ്റാർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരാളുകൾക്ക് തമാശയോ മറ്റോ 1ൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് പോകുന്ന സാധാരണഗതിയിൽ ജയിപ്പിച്ചു വിടുന്നത് പോലെയോ മറ്റോ കാണുകയോ അതിൽ തമാശയായിട്ട് മാത്രമോ കാണുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അങ്ങനെയല്ലേ നിലവിലിവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയധികം കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം PPT പ്രസൻറ്റേഷനല്ലേ രാഹുൽ ഗാന്ധി നടത്തിയത്, ദൃശ്യങ്ങൾ പുറത്തുവിട്ടതുകൊണ്ട്. 10 വർഷത്തിനിടെ 152 പേപ്പറുകളാണ് ലീക്കായത്. ചെറിയ കണക്കാണോ? അതിൽ 7.5 കോടി വിദ്യാർത്ഥികളാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. 7.5 കോടി വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിന് ഇരട്ടിയുണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. 7.5 കോടി എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഒരു 10-15-20 കോടി ജനങ്ങൾ ഇതിൽ ആകുലപ്പെടുന്നുണ്ട്, ആശങ്കപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അത് അവരുടെ അടക്കം ഒരു കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ അടക്കം ഭാവി ഓർത്ത് തന്നെയാണ് അവർ ആശങ്കപ്പെടുന്നത് എന്നുള്ളതാണ്. CJPയുടെ സമരം അവിടെ ഇപ്പോഴും ജന്തർ-മന്ദറിലും അതിശക്തമായിട്ട് തുടരുകയാണ്. നിറയെ ആൾക്കാർ അവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ MP-മാരും ഒക്കെ വരുമ്പോൾ അതിലേക്ക് കൂടുതൽ മാധ്യമ ശ്രദ്ധ വരുന്നു എന്നുണ്ടെങ്കിലും നമ്മൾ അപ്പുറത്തുള്ള വിഷ്വൽസ് കൂടെ മനസ്സിലുണ്ടാകണം എന്നുള്ളൊരു കാരണം. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയം കടന്നു പോകാം. അതായത് ഈ മേജർ രവി വന്നിട്ട് വിസ്മയ മോഹൻലാൽ രാഷ്ട്രീയ ധാരണയൊന്നുമില്ലാത്തൊരു കുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു യാദൃശ്ചികത അതിനകത്തുണ്ട്. അതായത് ഇന്നലെ ഞാനും വർഷം കൂടെ എന്നിട്ട് RDX സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ വിസ്മയ മോഹൻലാലിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, 1-2 തവണ ഞാൻ പറയുമ്പോൾ വിസ്മയ മോഹൻലാൽ എന്ന ആ കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ കുട്ടി എന്ന് 2-3 തവണ ഉപയോഗിച്ചു. അപ്പോൾ ഹർഷൻ അപ്പം തന്നെ അവിടെ ചിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഹർഷനോട് പറഞ്ഞു, ഈ കുട്ടി എന്ന് പറയാൻ വിസ്മയ മോഹൻലാലിന് എത്ര പ്രായമുണ്ടെന്നറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാണ്, അവർ മുതിർന്ന സ്ത്രീയാണ്, അവർക്ക് ഒരു 30-32 വയസ്സുണ്ട്, മുതിർന്നയാളാണ്. എന്ന് വെച്ചാൽ പക്ഷേ നമ്മൾ ഈ കുട്ടികളുടെ സമരമായതുകൊണ്ടും അവരുടെ ആദ്യത്തെ സിനിമ പുറത്തിറങ്ങാൻ പോകുകയാണെന്നുള്ള ധാരണ മനസ്സിലുള്ളത് കൊണ്ടും പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു അങ്ങനെ ചിത്രം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിട്ട് മനസ്സിൽ നമ്മൾ അറിയാതെ പറയുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ മേജർ രവി വന്ന് പറയുന്നത് കേട്ടാൽ അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് അറിയാതെ പ്രയോഗിച്ചതുപോലെയല്ല. മേജർ രവി വിസ്മയ മോഹൻലാലിനെ കൊച്ചാക്കുകയാണ്. അതായത് 10-32 വയസ്സുള്ള സ്വന്തം ധാരണയുള്ള നല്ല ആർജവത്തോടു കൂടിയിട്ട് ഈ മമ്മൂട്ടിയും മറ്റ് മഞ്ജു അടക്കമുള്ള മുതിർന്ന താരങ്ങൾ പ്രതികരിക്കുന്നതിന് മുമ്പ് അവരുടെ തന്നെ പിതാവായ മോഹൻലാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പിന്നെ അതിനുശേഷമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പോലും പുറത്തേക്ക് വന്നത്. അത്രയും ഗംഭീരമായിട്ട് ഈ സംഭവം കണ്ടപ്പോൾ ഉടനടി വളരെ ഷാർപ്പായിട്ടുള്ള വാക്കുകളുള്ളൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഷെയർ ചെയ്ത വിസ്മയ മോഹൻലാൽ എന്ന ഈ വ്യക്തിയെ മേജർ രവി കൊച്ചാക്കുകയാണ്. അവർക്ക് രാഷ്ട്രീയമായ ധാരണയൊന്നുമില്ല. അവർ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വിഷമത്തോടെ അങ്ങ് പറഞ്ഞാണ്. നമ്മൾ മനസ്സിലാക്കുന്ന വിസ്മയ മോഹൻലാൽ എനിക്ക് ഓർമ്മയുണ്ട്, അവർ വളരെ ചെറിയ പ്രായത്തിലൊരു കവിതാ സമാഹാരം ഇറക്കിയ ആളാണ്. ഇംഗ്ലീഷിലെ ഒരു കവിതാ സമാഹാരം നമ്മുടെ കവയത്രി റോസ്മേരിയാണ് അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ കാലത്തെ അതിൻ്റെ പ്രകാശന ചടങ്ങൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്ന് വെച്ചാൽ വളരെ ആ തരത്തിൽ വാക്കുകൾ കൊണ്ട് എഴുതാനും മറ്റുമൊക്കെ ധാരണയില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ നിറയെ സഞ്ചരിച്ച് പരിചയം സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കാവുന്ന, രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പും കണ്ടിട്ടുള്ള, ഇത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയ ഒരു മുതിർന്ന വ്യക്തിയെ മേജർ രവി ഒരു കൊച്ചാക്കിയിട്ട്, അതായത് അയ്യോ ഈ കൊച്ചിനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് പാട്രണൈസ് ചെയ്യുകയാണ്. അത്തരം പാട്രണൈസേഷൻ ശ്രമങ്ങൾക്കും അപ്പുറത്താണ്, അതിനെതിരുകൂടിയാണ് ഈ സമരം എന്ന് നമ്മൾ ഓർക്കണം. ഇവർ CJP എങ്ങനെയാണ് വന്നത്? CJP പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെതിരെയും സംസാരിച്ചിട്ടുണ്ട്. CJPയുടെ പേജിൽ ഇപ്പോൾ ചെന്ന് നോക്കിയാലും അറിയാം. അതായത് ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും, പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടി, കാരണം കോൺഗ്രസ് പാർട്ടിയാണല്ലോ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം, പ്രത്യേകിച്ച് ആ ബെൽറ്റിലൊക്കെയുള്ള ഈ പ്രതിപക്ഷ പാർട്ടികൾക്കും ഇതിനകത്തൊന്നും ഒരു കാര്യവും ഒരു ചലനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നതുകൂടെ കണ്ടിട്ടാണ് ഈ ചെറുപ്പക്കാരാകപ്പാടെ ഉണർന്നെഴുന്നേറ്റ് വന്നത്. ഇപ്പോൾ ഈ മുതിർന്ന ആളുകൾ അവരുടെ പിന്നാലെ നടത്തുകയാണ്. അപ്പോൾ ഈ മേജർ രവി എന്ന് പറയുന്ന പ്രതിനിധാനം ചെയ്യുന്ന ഈ പാട്രണൈസിങ്, ഈ പറയുന്ന എന്താണ്, ഇത്തരം ഈ ഓൾഡ് ജനറേഷനെ, നമ്മൾ നേരത്തെ
വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ജനറേഷനെ തള്ളിക്കളഞ്ഞിട്ടാണ് ഈ പുതിയ ജനറേഷൻ ഈ സമരമായിട്ട് വരുന്നതെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. അത് യാദൃച്ഛികമായിട്ട് ഇന്നലെ അങ്ങനെ ഒരു വർത്തമാനം ഞങ്ങൾ തമ്മിൽ നടന്നതുകൊണ്ടും അതിന് പിന്നാലെ ഈ മേജർ രവിയുടെ ഈ വർത്തമാനം കേട്ടതുകൊണ്ടും അതുകൂടെ ഒന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നുന്നുകൊണ്ട് പറഞ്ഞാണ്. തീർച്ചയായും അവരെ അങ്ങനെ കൊച്ചാക്കാനും പാടില്ല. നമ്മൾ പറയാറുണ്ടല്ലേ സനി ചേട്ടാ, ഒരു ഫോണും പിന്നെ അതും അങ്ങ് പൊക്കിപ്പിടിച്ച് ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങും ഇപ്പോഴത്തെ പിള്ളേരെ എന്നല്ലേ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം അവർക്ക് കരുത്തായത് ഈ ഫോണും ഇത് പൊക്കിപ്പിടിച്ച് അവരപ്പം നേരിടുന്ന ഇത് ലൈവായി അവർ മുഴുവൻ ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുകയാണ്. ഈ കണ്ട ജനത മുഴുവൻ, ഈ കണ്ട വിദ്യാർത്ഥികൾ മുഴുവൻ അവിടെ പോയത് ഇവിടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഇത് മുഴുവനായി അങ്ങ് കാണിക്കുക ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കാണിച്ചത് കൊണ്ടൊന്നുമല്ല. പ്രത്യേകിച്ച് അല്പം മലയാള മാധ്യമങ്ങളെങ്കിലും അതിലല്പം മികച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഇവിടെയുള്ളവർ പോലും അതിൽ ചില കുത്തിത്തിരിപ്പുകൾ കാണുന്നവരുണ്ട്. അതിനേക്കാൾ എത്രയോ മുകളിലാണ് അവിടെ നോർത്തിലുള്ള മാധ്യമങ്ങൾ. ഇവരാരും കാണിച്ചത് കൊണ്ടല്ല വന്നത്. ഈ ഹലോ ഗൈസ് എന്ന് വിളിക്കുന്ന ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് അവിടെ പോയിരിക്കുകയും അവർ വഴിയാണ് കൂടുതൽ ആളുകൾ എത്തിയിരിക്കുന്നത്. അവർ ടെലിവിഷൻ കാണുന്നവരല്ല, പക്ഷെ അവർ ഷോർട്സ് കാണുന്നുണ്ട്, റീല് കാണുന്നുണ്ട് തീർച്ചയായും. അപ്പോൾ ഇവർക്കാർക്കും രാഷ്ട്രീയ ബോധ്യമില്ല, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ മൂഢത്തരാണ്, അല്പത്തരവും കൂടിയാണ്. അതുകൂടിയാണ് അദ്ദേഹം അതിൽ പങ്കുവച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പോലീസിന്റെ ക്രൂരതയ്ക്ക് ഇരയായി വെന്റിലേറ്ററിലായ സാക്ഷി എന്ന പെൺകുട്ടിക്ക് 21 വയസ്സ് മാത്രമാണ് പ്രായം. ഡൽഹി പോലീസിന്റെ പെല്ലറ്റ് ആക്രമണത്തിൽ വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട സഹിൽ ലോച്ചാബിന്റെ പ്രായം വെറും 19. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിക്ക് പോലും മർദ്ദനമേൽക്കുന്ന സ്ഥിതിയുണ്ടായി. 25 വയസ്സുകാരൻ ഷെയ്ഖ് ഇർഷാദ് മൻസൂരിയുടെ ശരീരത്തിലെല്ലാം പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതിന്റെ മുറിവുകളാണ്. 40ഓളം മുറിവുകളാണ് ഇർഷാദ് മൻസൂരിയുടെ മുഖത്തും കഴുത്തിലും ഉണ്ടായത്. 100 കണക്കിന് ലെഡ് ചീളുകളാണ് പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുവാക്കളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയത്. വിദ്യാർത്ഥികളെ ആണി തറച്ച വടികൊണ്ട് മർദ്ദിച്ചെന്നുള്ള വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ഇങ്ങനെ ഡൽഹിയിലും രാജ്യത്താകെയും നീറ്റ് ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തതിൻ്റെ പേരിൽ തല്ലിച്ചതയ്ക്കപ്പെടുന്നത് രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മൗനം വെടിഞ്ഞ് പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും തുടരുന്നത്. ജന്തർ മന്ദിറിൽ നിന്നും രാജ്യം ഒട്ടുക്കും വ്യാപിച്ച ഈ സമരം അടിച്ചമർത്താനും കണ്ടില്ലെന്ന് നടിക്കാനും ഇനിയും കേന്ദ്ര സർക്കാരിനാകില്ല. ഇന്റർനെറ്റ് തടഞ്ഞും മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടും വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചും എത്ര നാൾ കേന്ദ്ര സർക്കാരിന് പിടിച്ചു നിൽക്കാനാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണുന്നു.